5 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായിട്ട് സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നത് നമ്മൾ കണ്ടതാണ്. സായി വളരെ മാന്യമായി അന്തസ്സോടുകൂടി വളരെ ബുദ്ധിപൂർവ്വമാണ് സായി ആ പെട്ടി എടുത്തതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതും. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഈ ഒരു പണപ്പെട്ടി വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞതിൽ പിന്നെ പലരോടായിട്ട് സായി ചോദിച്ചിരുന്നു, ഈ പെട്ടി എടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ അത്യാവശ്യമുണ്ടോ, ഇത് വീട് വെക്കാനൊന്നും തികയില്ല, പക്ഷേ ഈ ഒരു തുക കൊണ്ട് ഉപകാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ എന്നൊരു മൈൻഡിലായിരുന്നു സായി കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു പെട്ടി എടുക്കുന്നുണ്ടോ എന്നതിനെ പറ്റി. ആരും തന്നെ എടുക്കുന്നില്ലാത്ത രീതിയിൽ ആണ് സായിയുടെ അടുത്ത് പറഞ്ഞത്. എല്ലാവരും തന്നെ ഒരു ഡബിൾ മൈൻഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സായിയുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. സായി അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചു. പിന്നെ സായിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സായിക്ക് തന്നെ അറിയാം സായി അവിടെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇമ്പാക്ട് ആ ഒരു ഷോയ്ക്ക് അത് സായിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സായിക്ക് തന്നെ അറിയാം. മാത്രമല്ല ബിഗ് ബോസ് പകുതി കണ്ടിട്ട് കയറിയ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് സായി കപ്പടിക്കാൻ സാധ്യത തീരെ കുറവാണ് എന്ന് സായിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല സായിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം സായി നേരത്തെ തന്നെ എവിക്റ്റ് ആയി പോകണം എന്ന് നേരത്തെ ബിഗ് ബോസിനെ അറിയിച്ചത് കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എവിക്റ്റ് ആയി പോകുന്നതിന്റെ കൂട്ടത്തിൽ 5 ലക്ഷം രൂപയും കൂടെ കിട്ടുമല്ലേ. മാത്രമല്ല തന്നെ പുറത്താക്കി എന്നുള്ള പേരും വരത്തില്ല. വോട്ടിന്റെ കുറവ് കാരണം പുറത്താക്കി എന്നുള്ള പേര് വരത്തില്ല. സ്വയമേ പണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് പോയി എന്നുള്ള ഒരു പേരോടുകൂടി അന്തസ്സോടുകൂടി തന്നെ ബിഗ് ബോസിൽ നിന്നിറങ്ങി പോകാം. അങ്ങനെ സായി ബുദ്ധിപൂർവ്വം ചിന്തിച്ചപ്പോൾ പണപ്പെട്ടിയും എടുത്തുകൊണ്ട് പോകാമെന്ന് തന്നെ സായി തീരുമാനിക്കുകയായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വേറെ ആരെങ്കിലും എടുക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ സായി ആ പണപ്പെട്ടി എടുക്കാൻ വേണ്ടി വരില്ല. അത് താൻ അവിടെ വേറെ ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിട്ടുകൊടുക്കുമെന്നും സായി നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സായി ഒരു മാന്യമായ ഒരു ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.